സർ, എന്തൊക്കെയാണ് ഇപ്പോൾ എവേക്കായിട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഗുണങ്ങൾ കൂടുതലായതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ബ്രെയിൻ ട്യൂമറിൽ ചിലത് ഈ ബ്രെയിനായിട്ട് ഇടകലർന്ന് നിൽക്കുന്ന ട്യൂമേഴ്സാണ്, ഒരു ഇൻഫിൽട്രേറ്റിംഗ് കൈൻഡ് ഓഫ് ട്യൂമേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിൻ്റെ നോർമൽ കോശങ്ങളും ചിലപ്പോൾ നീക്കം ചെയ്യപ്പെടാം. അതിനോടനുബന്ധിച്ച് തന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാം. ഇപ്പോൾ നമ്മുടെ സർജറിയുടെ ലക്ഷ്യം എന്താണ്? ഈ ട്യൂമർ എത്രയും നീക്കം ചെയ്യുകയും വേണം, എന്നാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാനും പാടില്ല. അങ്ങനെയുള്ള ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് ഈ അവേക്ക് ബ്രെയിൻ സർജറി. ഇപ്പോൾ രോഗി ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അവരുടെ സംസാരം അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ ചലനശേഷി ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയും. അപ്പോൾ അതേസമയം നമുക്ക് ഈ തലച്ചോറിലെ ട്യൂമർ വളരെ മികച്ച രീതിയിൽ നീക്കം ചെയ്യാനും സാധിക്കും. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ഉറപ്പുള്ള ഒരവസ്ഥ. ഇവരുടെ തലച്ചോറിൻ്റെ സർജറി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അവർക്ക് തന്നെ ഒരു ഉറപ്പാണ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത്.